ചെറിയൊരു മധുരവും എന്നാൽ അതിന് ചേരുന്ന പുളിയും നല്ല കുറുക്കത്തോടു കൂടിയുള്ളതുമായ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി. വെൽക്കം ടു വിഹാൻസ് റെസിപ്പീസ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ മുളക് പൊടി, അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പേ വെച്ചു. വെന്ത് തുടങ്ങി വരുമ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനരപ്പിനായിട്ട് തേങ്ങ, ജീരകം, അതോടൊപ്പം നമ്മൾ അരിപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇത് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരിപ്പൊടി ചേർക്കുന്നതാണ് നമ്മുടെ പുളിശ്ശേരി നല്ല കുറുകിയതായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ തീയുടെ ഫ്ലെയിം വളരെയധികം കുറച്ചിടണം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാര്യം നമ്മൾ അരിപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ചേർക്കുന്നത് അങ്ങ് കട്ട തൈരൊന്നും വേണ്ട കേട്ടോ. ഇതൊരു കപ്പ് വരുന്ന തൈര് നല്ലതായിട്ട് നമ്മൾ ഒന്ന് ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഈ ചെറിയ ചൂട് മൺചട്ടിയുടെ ഇത് മതിയാവും നമ്മുടെ പുളിശ്ശേരി റെഡിയാകുവാനായിട്ട്. റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയതാണ്. ഇനിയും നമ്മൾ പുളിശ്ശേരി അങ്ങ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എണ്ണ ചൂടായി വന്നതിലേക്ക് കടുക്, ഇത്തിരി ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. സാധാരണയായിട്ട് കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് തരുന്നത്. ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ. പിന്നെ വറ്റൽമുളക്, അതോടൊപ്പം കൊച്ചുള്ളി, ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ഈ വറുത്ത് എടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പിലയും ചേർത്തു. ഇനി നമ്മൾ ഈ വറവ് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയും ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിഹാൻസ് റെസിപ്പീസ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.